സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം ആവശ്യമില്ല എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. പണമോ സാഹിത്യ അക്കാദമിയോ സച്ചിദാനന്ദൻ മാഷോ ആയിരുന്നില്ല തന്റെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യമെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കുന്നു. മിമിക്രിക്കാർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കും ലക്ഷങ്ങളാണ് പരിപാടികൾക്ക് പ്രതിഫലമായി നൽകുന്നത്. എന്നാൽ സർക്കാരും സമൂഹവും കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും തന്റെ അനുഭവം മുൻനിർത്തി വെളിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിശദീകരിക്കുന്നു. വിനീത VG വിവരങ്ങളുമായി. വിനീത, ഇന്നലെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിവിട്ട ആ വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കൂടി വളർന്ന് വലുതായിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു, പ്രതിഫലം നൽകും എന്നൊക്കെയുള്ളത് സച്ചിദാനന്ദൻ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ പ്രതിഫലം എന്നതിനപ്പുറത്തേക്ക് താൻ ഉന്നയിക്കുന്ന വിഷയം, അതിലേക്ക് സർക്കാരും സമൂഹവും ശ്രദ്ധ തിരിക്കണം എന്നതാണോ ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അനുജ. കാരണം തുടക്കം മുതൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കവികൾക്കും അതോടൊപ്പം തന്നെ സാഹിത്യകാരന്മാർക്കും ഒക്കെയുള്ള ഒരു വിവേചനമുണ്ട്. ആ വിവേചനത്തെ പുറത്തു കൊണ്ടുവരിക, അത് തന്റെ അനുഭവത്തിലൂടെ അതിനെ തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ സാഹിത്യ അക്കാദമി നൽകുന്ന നഷ്ടപരിഹാരം അത് തനിക്ക് വേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം നിരസിച്ചിരിക്കുകയാണ്. ഈ സമൂഹത്തിൽ സിനിമാ താരങ്ങൾക്കും സീരിയൽ താരങ്ങൾക്കും ഒപ്പം തന്നെ കലാകാരന്മാർക്കും ഒക്കെ വലിയ രീതിയിലേക്കുള്ള ഒരു പിന്തുണ, അതായത് അവർക്ക് പരിപാടികൾക്കൊക്കെ അവതരിപ്പിക്കാൻ പോകുമ്പോൾ 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെയാണ് ലഭിക്കുന്നത്. പക്ഷേ സാഹിത്യകാരന്മാർക്കോ അല്ലെങ്കിൽ കവികൾക്കോ ഒക്കെ അത്തരത്തിലേക്കുള്ള ഒരു പരിഗണന ലഭിക്കാതെ പോകുന്നു. അവർക്ക് ഒരു വലിയ വിവേചനം നേരിടുന്നുണ്ട്. ആ വിവേചനത്തെ സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരുന്നു തന്റെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം, അല്ലാതെ അതൊരു നഷ്ടപരിഹാര തുകയല്ല തന്റെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം തന്നെ തന്റെ സുഹൃത്തിന് അയച്ച ഒരു കുറിപ്പാണ്. തന്റെ സുഹൃത്തിലൂടെയാണ് ആ കുറിപ്പ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ സാഹിത്യ സമ്പർക്കത്തിന്റെ വിശാല മേഖലകൾ തുറന്നു കാട്ടുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തെയും ഒപ്പം തന്നെ പ്രിയ കവി സച്ചിദാനന്ദൻ അടക്കമുള്ള അക്കാദമി ഭാരവാഹികളുടെ കഠിന പ്രയത്നത്തെയും ഒക്കെ തന്നെ ഞാൻ ആദരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരും സമൂഹവും കവികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം, അല്ലാതെ കേവലം നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് തന്റെ പ്രശ്നത്തെ പരിഹരിക്കുക എന്നത് മാത്രമല്ല ആ വിഷയമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നഷ്ടപരിഹാര തുകയല്ല ഇവിടുത്തെ പ്രശ്നം, കവികളോടുള്ള സമൂഹത്തിന്റെയും സർക്കാരിന്റെയും വിവേചനമാണ്. അതിലാണ് മാറ്റമുണ്ടാകേണ്ടതെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ നിലപാട്.